நாங்க 20 ரூபா கொடுத்தாரு. പണിയില്ല, ചെലവുക്ക് പൈസ അല്ല. അതിനടുത്തുള്ള ഒരു സ്കൂളിലേക്ക് മാറ്റി അവർക്കുള്ള ഫുഡും താമസ സൗകര്യം ഒരുക്കി കൊടുക്കാനാണ് ഇപ്പം നിർദ്ദേശം. നമസ്കാരം, ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം. വിജയ്, ഇതുവരെ രാജ്യത്ത് കോവിഡ് മരണം 16 ആയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ താരതമ്യം ചെയ്താൽ ഇപ്പോൾ ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത്രയും ദിവസത്തിനകത്ത് സംഭവിച്ചതുമായി താരതമ്യം ചെയ്താൽ ക്രമാനുഗതമായി ഈ മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെ വളർന്നോ അതിന് സമാനമായി രോഗികളുടെ എണ്ണത്തിൽ വളർച്ച ഉണ്ടാവുന്നുണ്ട്. അതെ, ഇന്നിപ്പോ ഏതാണ്ട് 24 മണിക്കൂറിനിടെ 6 മരണം സംഭവിച്ചു ഇന്ത്യയിൽ. അതാണ് മറ്റൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു കണക്ക്. മഹാരാഷ്ട്രയില് നമ്മൾ ഭയന്നതുപോലെ ഒരു സമൂഹ വ്യാപനത്തിന്റെ എല്ലാ സൂചനകളും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഉത്തർപ്രദേശിലുണ്ട്, തമിഴ്നാട്ടിൽ കിട്ടുന്നുണ്ട്, ഡൽഹിയിൽ. അതിന്റെ ഒരു കണക്ക് എങ്ങനെയാണ്? അത് സമൂഹ വ്യാപനം തന്നെ ആയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയണമെങ്കിൽ 14 ദിവസം വരെ ചിലപ്പോൾ കാത്തിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം കൂടി. ഡൽഹിയിൽ ഒരു മഹല്ല ക്ലിനിക്കിലെ ഡോക്ടറിന് രോഗം സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ 800 പേരാണുള്ളത്. ഈ 800 പേരെ കണ്ടെത്തുക, അവരെ ഒരു സുരക്ഷിത കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിൽ അവരോട് പുറത്തിറങ്ങാതിരിക്കാൻ പറയുക എന്നൊക്കെ ഇനി നടക്കുമോ അതോ ആ സ്റ്റേജ് കഴിഞ്ഞു പോയോ എന്നൊന്നും അറിയില്ല. ഡോക്ടർക്കും മകൾക്കും ഭാര്യയ്ക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഒട്ടും ആശാവഹമായ അല്ല തൊട്ടു മുന്നിലുള്ള സാഹചര്യം എന്ന കാര്യത്തിൽ കണക്കുകൾ അത്ര ആശാവഹമല്ല. കേരളത്തിന്റെ സാഹചര്യത്തിൽ എന്തായാലും ഈ 6 പേർക്ക് ആശുപത്രി വിടാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു പ്രതീക്ഷയാണ്. അപ്പോഴും പാലക്കാട് നിന്ന് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു വിവരം വന്നുകൊണ്ടേയിരിക്കും. അതെ. ആ വാർത്തകളുടെ എല്ലാം വിശദാംശങ്ങളിലേക്ക് ആണ് പോകേണ്ടത്. ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം. രാജ്യത്ത് കോവിഡ് ബാധിച്ചുള്ള മരണം 16 ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലും ഗുജറാത്തിലെ ഭാവ്നഗറിലും കർണാടകയിലും ഇന്ന് മരണം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്ത് 24 മണിക്കൂറിനുള്ളിൽ 6 പേർ മരിച്ചു. മഹാരാഷ്ട്രയിൽ ചൊവ്വാഴ്ച ഒരു സ്ത്രീ മരിച്ചത് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. ശ്രീനഗറിൽ മരിച്ചയാളുടെ കുടുംബാംഗങ്ങൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്താകെ 649 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗോവയിൽ ആദ്യത്തെ പോസിറ്റീവ് കേസും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. മുംബൈയിലെ ചേരിയിൽ 4 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. MP പ്രദീപ് കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. പ്രദീപ്, ഇതിപ്പോ വിവിധ സ്ഥലങ്ങളിലെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ, ഇപ്പോൾ മഹാരാഷ്ട്രയിലായാലും ഉത്തർപ്രദേശിലായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ പരിശോധിച്ചാൽ സമൂഹ വ്യാപനം സംശയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ആശങ്കാജനകമാണോ ഈ കണക്കുകൾ? ഹർഷൻ, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മഹാരാഷ്ട്രയിൽ ചേരി പ്രദേശത്തും കൂടി ഇങ്ങനെ ഒരു രോഗബാധ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. 4 പേർക്കാണ് മുംബൈയിലെ ചേരികളിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സമൂഹ വ്യാപനത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് എന്നൊരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഉത്തർപ്രദേശിലും സമാനമായി തന്നെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഗുജറാത്തിലും, കാരണം ഗുജറാത്തിൽ ഈ സമൂഹ വ്യാപനം തുടങ്ങി എന്നതിന് പുറമെ തന്നെ മരണനിരക്കും വലിയ തോതിൽ കൂടുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ ഗുജറാത്തിൽ 2 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 85-കാരിയും ഭാവ്നഗറിൽ 70-കാരനാണ് മരിച്ചത്. ഇതോടെ ഗുജറാത്തിലെ മരണസംഖ്യ 3 ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ കോവിഡ് ബാധിതരുടെ എണ്ണവും അതിലും വലിയ തോതിലുള്ള ഒരു കുതിച്ചുയരൽ അത് വന്നിട്ടുണ്ട്. 649 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇത് ഔദ്യോഗിക കണക്കാണ്. അനൌദ്യോഗികമായി ഇതിൽ കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിപ്പോൾ ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ്, ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ മാത്രമാണ് നമ്മളിപ്പോൾ നൽകുന്നത്. കർണാടകയിൽ 1 മരണം കൂടി ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടെ രാജ്യത്തെ മരണനിരക്ക് ഇപ്പോൾ 16 ആയിട്ടുണ്ട്. ഇന്ന് 4 മരണമാണ് ഇന്ന് മാത്രം റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 6 മരണം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ഒരു സങ്കീർണമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ ഒരു സൂചനയായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം തന്നെ 42 പേർ രോഗവിമുക്തരായി എന്നൊരു കാര്യം കൂടി ആരോഗ്യ മന്ത്രാലയം കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. ഹർഷൻ, പ്രദീപ, ഏതൊക്കെ സംസ്ഥാനത്താണ് കാര്യങ്ങൾ അപകടകരമാം വിധം മാറിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ മഹാരാഷ്ട്രയിലെ സാഹചര്യം മനസ്സിലാക്കാം. UP ഏതാണ്ട് അതേ നിലയിലേക്ക് വരികയാണ്. തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ അങ്ങനെ അതീവ ജാഗ്രത വേണ്ടുന്ന ഒരു നില വന്നിട്ടുണ്ട്.
ഈ ICMR പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കാൻ എന്തെങ്കിലും പുതിയ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ICMRന്റെ പതിവ് വാർത്താ കുറിപ്പുകൾ എന്തെങ്കിലും ഈ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ടോ? സമൂഹ വ്യാപനത്തിന്റെ ഔദ്യോഗിക സൂചനകൾ നൽകേണ്ടുന്ന ഏജൻസി ICMR ആണല്ലോ. അവരാണ് ഈ റാൻഡം സാമ്പിളിംഗ് നിരന്തരം നടത്തി നമ്മൾക്ക് കണക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ICMR ഇക്കാര്യത്തിൽ പറയുന്നത് ഇന്ന്? വിജയകുമാർ, ICMR ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്, അതായത് ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടുകൂടി അവരുടെ ഏറ്റവും ഒടുവിൽ ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടുകൂടി 89% എങ്കിലും ഈ ഒരു രോഗവ്യാപനം അത് തടയാൻ സാധിക്കുമെന്നുള്ളതാണ് ICMRന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണം. മാത്രമല്ല, കൂടുതൽ സ്വകാര്യ ലാബ് ശൃംഖലകളെ ഇപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരാൻ, അതായത് ഈ പരിശോധന ലാബിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ICMRന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. മാത്രമല്ല, ഈ പരിശോധനാ കിറ്റുകളുടെ തുക കുറയ്ക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ ICMRന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇപ്പോൾ 4500 രൂപയാണ് ഈ സ്വകാര്യ ലാബുകളുടെ പരിശോധനയ്ക്കായി ICMR ക്രമപ്പെടുത്തിയിരിക്കുന്ന തുക. അത് പരമാവധി 4500 രൂപ വരെ വാങ്ങാമെന്നുള്ളതാണ്. എന്നാൽ ഇത് വലിയ തോതിലൊരു പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയ സാഹചര്യത്തിൽ അതിന്റെ തുക കുറയ്ക്കുന്നതിനെ കുറിച്ചും എല്ലാം തന്നെ ഇപ്പോൾ ആലോചന തുടരുകയാണ്. അതേസമയം തന്നെ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിലെ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ സാഹചര്യങ്ങൾ അതെല്ലാം തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ വളരുന്നു എന്നുള്ളതാണ്. കാരണം മഹാരാഷ്ട്രയിൽ ഇതുവരെ 4 പേരാണ് മരിച്ചതെന്ന് പറയുന്നത് വ്യക്തമാക്കിയിട്ടുള്ളത്. ചൊവ്വാഴ്ച ഒരു സ്ത്രീ മരിച്ചത് അത് കോവിഡ് കാരണമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുംബൈയിലെ ചേരികളിൽ ഉണ്ടാകുന്ന ഒരു വ്യാപനം, അതിൽ കലേനിയിലെ 37കാരിക്കാണ് പോസിറ്റീവ് കണ്ടെത്തിയത്. ഇവർ ഇറ്റലിയിൽ നിന്ന് തിരിച്ചെത്തിയ യുവതിയാണ്. ഇവർ വീട്ടുജോലിക്കാരിയാണ്. മാത്രമല്ല, പരയിലെ 65കാരിക്കും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ കഡ്കോപ്പാർ ചേരിയിലെ 68കാരിക്കും 25കാരൻ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ നിത്യ തൊഴിലിനായി പോകുന്നവരാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വിദേശയാത്ര നടത്തിയ ആൾക്കാരുമായിട്ടൊന്നും ഒന്നും തന്നെ ബന്ധമില്ലാത്ത ആൾക്കാരാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം ഇവർ ചായക്കടക്കാരനാണ് ഈ 68കാരൻ. അങ്ങനെ വരുമ്പോൾ ഇത് സമൂഹ വ്യാപനത്തിന്റെ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം, മുംബൈയിലെ ചേരികളിൽ ഇങ്ങനെ ഒരു സമൂഹ വ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ചയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും സമൂഹ വ്യാപനം, അതും ലക്നൗ അടക്കമുള്ള മേഖലകളിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള നിരീക്ഷണം ശക്തമാക്കി എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വിജയകുമാർ. ശരി, MP പ്രദീപ് കുമാറാണ് ഇക്കാര്യത്തിൽ രാജ്യത്തെ നിലവിലുള്ള സ്ഥിതിഗതികൾ വിശദീകരിച്ചത്. എന്തായാലും ഒട്ടും ആശാവഹമല്ല പുറത്തുവരുന്ന കണക്കുകൾ. പല സംസ്ഥാനങ്ങളിലും സമൂഹ വ്യാപനത്തിൻ്റെ സൂചനകൾ കുറെ കൂടി പ്രത്യക്ഷത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അക്കാര്യത്തിൽ ICMR തന്നെ അന്തിമമായി ഇത് ചില സംസ്ഥാനങ്ങളിലെങ്കിലും സമൂഹ വ്യാപനം നടന്നിട്ടുണ്ട് എന്ന് ഇന്ന് പറയുമെന്ന് കരുതാം, അല്ലേ? ആ നിലയിലുള്ള ജാഗ്രത അനിവാര്യമായ ഘട്ടം. എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയും ഉണ്ടാകും. കാരണം ഇപ്പോൾ ഇതൊരു സമൂഹ വ്യാപനമാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കൂടുതൽ രോഗികൾ അവിടെ കണ്ടേക്കാം ഈ പ്രദേശങ്ങളിൽ. നിതിൻ അംബുജൻ കൂടി ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. നിതിൻ, ഇപ്പോൾ ഏതാണ്ട് 650-ലധികം രോഗികൾ, അല്ലേ, ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 650-ലധികം രോഗികൾ. ഈ ലോക്ക്ഡൗൺ എന്ന പ്രക്രിയ തുടങ്ങി അത് പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ഈ രോഗബാധ ഇത്രയും ഭീതിജനകമാം വിധം പടർന്നു പിടിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗൺ കാര്യക്ഷമമായി സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ എന്താണ് അക്കാര്യത്തിൽ? വിജയകുമാർ, ഈ ലോക്ക്ഡൌൺ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം ആളുകളൊക്കെ തന്നെ പുറത്തിറങ്ങാതെ അതിനോട് സഹകരിക്കുന്നുണ്ട്. അതേസമയം ഇതിനെ ലംഘിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന ആളുകൾക്കെതിരെ കർശന നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അവശ്യ സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ തുറക്കുന്നുള്ളൂ. ഡൽഹിയിലാണെങ്കിൽ സഫൽ അടക്കമുള്ള അവശ്യ മാർക്കറ്റുകൾ മാത്രമേ തുറക്കുന്നുള്ളൂ. അവിടെ പോലും ആളുകളൊക്കെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുമ്പോൾ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു നടപടിയോട് സഹകരിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിലൊക്കെ തന്നെ അതിനെ ലംഘിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന ആളുകളൊക്കെ തന്നെ കർശന നടപടി പോലീസ് സ്വീകരിക്കുന്നുണ്ട്. മാധ്യമങ്ങളോടും കൂടാതെ ആംബുലൻസ്, ഡോക്ടർമാർ അടക്കമുള്ള അവശ്യ സർവീസുകൾ മാത്രമേ പോലീസ് നിരത്തിലിറങ്ങുന്നുള്ളൂ. അല്ലാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഏതാണ്ട് 1000-ഓളം വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നും അത്തരം നടപടികളൊക്കെ തന്നെ ഡൽഹിയിലെ വിവിധ മേഖലകൾ ഉണ്ടായിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിലും അത്തരം പശ്ചിമ ബംഗാൾ അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ അത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഇന്നിപ്പോൾ പശ്ചിമ ബംഗാളിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് പോലീസ് ഈ പുറത്തിറങ്ങിയ ആളെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് ഒരാൾ മരിച്ചു എന്നാണ് പറയുന്നത്. അതേസമയം അതുമായി ബന്ധപ്പെട്ട ചില സ്ഥിരീകരണം അല്പസമയത്തിനും വരികയുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഹൃദയാഘാതമാണെന്നും ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു സ്ഥിരീകരണം അതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനും വരും. എന്തായാലും രാജ്യത്ത് അനുദിനം ഈ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. നിലവിലിപ്പോൾ 650-ലേക്ക് കടന്നിരിക്കുന്നു. അതേസമയം ഈ രോഗമുക്തരായവരുടെ എണ്ണം 43-ലേക്ക് എത്തിയിരിക്കുന്നു. ഈ
ചികിത്സയിലുള്ളത് 595 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതേസമയം മരണം ഇപ്പോൾ ഈ വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. ഏതാണ്ട് 24 മണിക്കൂറിനിടെ ഇപ്പോൾ 6 പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിലാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ഒരു പൊതുസ്ഥിതിയുള്ളത്. ഈ സമൂഹ വ്യാപനം അടക്കമുള്ള ഇപ്പോഴത്തെ സാഹചര്യം, അതായത് ചില സാങ്കേതിക തകരാറുകളുണ്ട്. അതെ. എന്തായാലും ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സമൂഹ വ്യാപനം സംശയിക്കാവുന്ന എല്ലാ സാഹചര്യവും ഇപ്പോഴുണ്ട്. ആശങ്ക ഒരുപക്ഷെ നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ ICMR എന്ന് പങ്കുവച്ചേക്കാം. അതെ. നമുക്ക് കേരളത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്താം. പാലക്കാട് കോവിഡ് സ്ഥിരീകരിച്ച കാരാക്കുറിശി സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു. വിദേശത്തു നിന്നെത്തി നിരീക്ഷണത്തിൽ കഴിയാത്തതിനെ തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇയാളുടെ റൂട്ട് മാപ്പ് ദുഷ്കരമാണ്. മാർച്ച് 13 ദുബായിൽ നിന്നും നാട്ടിലെത്തിയ ശേഷം നിരീക്ഷണത്തിന് വിധേയനായില്ല. മാർച്ച് 21 ശേഷമാണ് നിരീക്ഷണത്തിന് വിധേയനായത്. നാട്ടിൽ നിരവധി സ്ഥലങ്ങളിൽ ഇയാൾ സന്ദർശനം നടത്തിയതായി സൂചനയുണ്ട്. രോഗം സ്ഥിരീകരിച്ച ഇയാളുടെ മകൻ KSRTC കണ്ടക്ടർ കൂടിയാണ്. കോയമ്പത്തൂരിലേക്കും തിരുവനന്തപുരത്തേക്കുമുള്ള സർവീസിൽ മകൻ ജോലി ചെയ്തിട്ടുമുണ്ട്. അങ്ങേർ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പം. സോ ഇനിയെങ്കിലും ഇങ്ങനെ റിട്ടേൺ ആയിട്ട് വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം, അവരുടെ ഫാമിലി മെമ്പേഴ്സും കൂടി ശ്രദ്ധിക്കണം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ ആശങ്ക പുലർത്തുന്ന കാര്യമാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ട് ഒന്നും വിശദാംശങ്ങൾ നൽകും. ശ്രീജിത്ത്, പാലക്കാട് പൊതുവെ വലിയ ആശങ്കയൊന്നുമില്ലാതെ കഴിയുകയായിരുന്നു. രോഗബാധിതർ ആരും ഉണ്ടായിരുന്നില്ല. രോഗം ഉള്ള ഒരാളാണെങ്കിൽ ചികിത്സ വേറൊരു സ്ഥലത്തുമായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഇത്രയും മാരകമായ തോതിൽ ഈ സമ്പർക്കത്തിൽ ഏർപ്പെട്ട ഒരാളുടെ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം ഇനി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? വിജയകുമാർ, നേരത്തെ അതായത് മിനിങ്ങാന്ന് വരെ ഒരാൾ മാത്രമായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത്. അതായത് മിനിങ്ങാന്ന് ഒരു ഒറ്റപ്പാലം സ്വദേശിക്കാണ് ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ചത്. പക്ഷേ അദ്ദേഹം കാര്യമായ പ്രദേശങ്ങളിലൊന്നും സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ മാതൃകാപരമായി വീട്ടിലിരിക്കുകയും പിന്നീട് ഐസൊലേഷൻ വാർഡിലേക്ക് മാറുകയായിരുന്നു ചെയ്തത്. ഏതാണ്ട് 5-6 പേർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ളത്. അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പും വളരെ എളുപ്പമായിരുന്നു നമുക്ക് ആളുകളെ കണ്ടെത്താൻ. പക്ഷേ അതിനുശേഷമാണ് ഇന്നലെ 2 പേർക്ക്, ഒരു കാരാക്കുറിശി സ്വദേശി അതുപോലെ തന്നെ ഒരു കോട്ടോപ്പാട സ്വദേശി, ഈ കോട്ടപ്പാട സ്വദേശിയുടെയും റൂട്ട് മാപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കാരാക്കുറിശി സ്വദേശി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മാർച്ച് 13 ദുബായിൽ നിന്ന് അദ്ദേഹം നാട്ടിലെത്തിയത്. ഈ നാട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹം സകല ഇടങ്ങളിലേക്കും അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പല മേഖലകൾ, പള്ളിയിലും അതുപോലെ തന്നെ അവിടുത്തെ പൊതുപരിപാടികളിലും ഒക്കെ തന്നെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത്. 2 തവണയോളം ഇദ്ദേഹത്തോട് നേരിട്ട് ആരോഗ്യ പ്രവർത്തകരും പോലീസും വീട്ടിലിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീടും ഇദ്ദേഹം ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഏതാണ്ട് വിവിധ മേഖലകളിലേക്ക്, പാലക്കാട് ജില്ലയുടെ തന്നെ വിവിധ മേഖലകളിലേക്ക് ഇദ്ദേഹം സന്ദർശനം നടത്തി പലരുമായും അടുത്തിടപഴകിയെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയപ്പെടുന്നു. അത് കാരാക്കുറിശി മേഖലയിലുള്ള ആളുകൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, ആശങ്ക ഇതിനകം തന്നെ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഇയാളുടെ മകൻ, അതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. ഇയാളുടെ മകനോട് ഹോം ക്വാറന്റൈനിൽ ഇരിക്കാൻ പോലീസും ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ഒക്കെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അയാൾ വിവിധ മേഖലകളിലേക്ക് ട്രിപ്പ്, ഈ KSRTC കണ്ടക്ടറാണ്, അയാൾ ജോലിക്ക് പോയിട്ടുണ്ട്. ആദ്യം അയാൾ പോയത് മണ്ണാർക്കാട് നിന്ന് കോയമ്പത്തൂരേക്കാണ്. പിന്നീട് ആനക്കട്ടിയിലേക്ക് കോയമ്പത്തൂർ ബസ്സിൽ നിന്ന് സർവീസ് നടത്തി അവിടെയും ജോലി ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം പാലക്കാട് ഡിപ്പോയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയും അയാൾ ജോലി ചെയ്തു. ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ദൗത്യമാണ്. നമ്മളൊരു കാസർഗോഡ് ജില്ലയിൽ ഏതാണ്ടൊരു സമൂഹ വ്യാപനം നടന്ന തരത്തിലേക്ക് ഉള്ളൊരു സമൂഹ വ്യാപനമൊക്കെ ഇപ്പോൾ നമ്മളെ ഈ ഒരു ഘട്ടത്തിൽ ഭീതിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ KSRTCയുടെ ATO ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇദ്ദേഹം സഞ്ചരിച്ച വഴികളെല്ലാം ചേർത്തുകൊണ്ടൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ ബസ്സുകളിൽ സഞ്ചരിച്ച ആളുകൾ, ആ പ്രദേശത്തെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ കാരാക്കുറിശി മേഖലയിലെ ഒരുപാട് പേരെ ഈ ഒരു ഘട്ടത്തിൽ ഹോം ക്വാറന്റൈനിന് വിധേയമാക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് KSRTCയിലെ ചില ജീവനക്കാരെ ഹോം ക്വാറന്റൈനിന് വിധേയമാക്കിയിട്ടുണ്ട്. കാരാക്കുറിശി സ്വദേശിയുടെ ഫലം ഇപ്പോൾ പോസിറ്റീവാണ്. അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതിലേറെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിലവിൽ റിസൾട്ട് വരാത്ത, പരിശോധനാ ഫലം വരാത്ത. കാസർഗോഡിന് സമാനമായ ഒരു സ്ഥിതിവിശേഷം അവിടെയുണ്ട്. കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയവുമില്ല. അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ. ശ്രീജിത്ത്, അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള തൊഴിലാളികൾ, ഇവിടെ പണിയെടുക്കുന്ന അതിഥി തൊഴിലാളികൾ, അവർ തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തുന്നു. അത്
പോലീസ് തടയുന്നു എന്ന വാർത്തയും നേരത്തെ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായും അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തിയതാണ്. പക്ഷേ അവരെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് മലപ്പുറം ജില്ലാ ഭരണകൂടം നേരത്തെ അറിയിച്ചിരുന്നതുമാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഇത് വളരെ കൃത്യമാണ് ഹർഷൻ. പലരും ജില്ലാ ഭരണകൂടം ഇപ്പോൾ നിലവിൽ ഭക്ഷണം എത്തിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു സെന്ററിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന കാരണങ്ങളൊക്കെ പറഞ്ഞാണ് പലരും ഇവിടുന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ തമിഴ്നാട് അതിർത്തിയിലെത്തുമ്പോൾ തമിഴ്നാട് അധികൃതർ അവരെ തടഞ്ഞ് വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർ വീണ്ടും കേരളത്തിൽ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. സ്വാഭാവികമായി അതുപോലെ തന്നെയാണ് ഒരു വാഹനം തിരൂരിൽ നിന്ന് വന്നത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ പച്ചക്കറി വാഹനം തമിഴ്നാട് സ്വദേശിയുടെയാണ്. അദ്ദേഹം പണം ഈടാക്കിയാണ് ഇവരെ കൊണ്ടുപോയിരുന്നത്. ഏതാണ്ട് വാളയാർ വരെ നിങ്ങളെ വിട്ടു നൽകാമെന്നാണ് പറഞ്ഞത്. ആദ്യം പോലീസിനോട് ഇവർ പറഞ്ഞത് 20 രൂപ വെച്ച് ഓരോ ആളുകളുടെ പക്കൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്നാണ്. പിന്നീട് അവർ അത് മാറ്റി പറഞ്ഞു. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ 100 രൂപ വരെ ഓരോരുത്തരുടെ പക്കൽ നിന്ന് ഏതാണ്ട് 30 പേർ ആ വാഹനത്തിൽ തന്നെ ആ സമയത്ത് കുത്തി നിറച്ചുണ്ടായിരുന്നു. ഇവരിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് 100 രൂപ വീതം വാങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സൗത്ത് പോലീസ് ഈ വാഹനം തുടക്കത്തിൽ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം വാഹനം ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവരെ തിരൂരിലേക്ക് തന്നെ മടക്കി അയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതുകൂടാതെ വാണിയംകുളത്തും, പാലക്കാട് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായ വാണിയംകുളത്തും സമാനമായ രീതിയിൽ അതിഥി തൊഴിലാളികളെ കുത്തി നിറച്ചുകൊണ്ട് പച്ചക്കറി വാഹനം കടന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ടായി. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ആവശ്യമായ നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവരെല്ലാവരും തന്നെ 14 ദിവസത്തെ ക്വാറന്റൈനിൽ വെക്കും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഹർഷൻ ാണ് വിവരങ്ങൾ നൽകിയത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇനിയും നമുക്ക് നൽകാനുള്ള വാർത്ത. പാലക്കാട് കോവിഡ് സ്ഥിരീകരിച്ച കാരാക്കുറിച്ചി സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു. വിദേശത്ത് നിന്നെത്തി നിരീക്ഷണത്തിൽ കഴിയാത്തതിനെ തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇയാളുടെ റൂട്ട് മാപ്പ് ദുഷ്കരമാണ്. മാർച്ച് 13 ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ ശേഷം നിരീക്ഷണത്തിന് വിധേയനായിട്ടില്ല. മാർച്ച് 21 ശേഷമാണ് നിരീക്ഷണത്തിന് വിധേയനായത്. നാട്ടിൽ നിരവധി സ്ഥലങ്ങളിൽ ഇയാൾ സന്ദർശനം നടത്തിയതായും സൂചനയുണ്ട്. രോഗം സ്ഥിരീകരിച്ചയാളുടെ മകൻ KSRTCയിലെ കണ്ടക്ടറാണ്. കോയമ്പത്തൂരിലേക്കും തിരുവനന്തപുരത്തേക്കുമുള്ള സർവീസിൽ മകൻ ജോലി ചെയ്തിരുന്നു. ഈ വിവരങ്ങളാണ് ശ്രീജിത്ത് ഇപ്പോൾ നൽകിയത്. എന്തായാലും അത് ഗുരുതരമായ ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട്, ആനക്കട്ടിയിലേക്ക് പോയിട്ടുണ്ട്, തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. ഈ മകനോട് ക്വാറന്റൈനിൽ കഴിയാൻ നിർദ്ദേശിച്ചിരുന്നതുമാണെന്നാണ് പറയുന്നത്. അത് ലംഘിച്ചാണ് ഈ സർവീസിൽ കയറിയത്, ഈ യാത്രകൾ മുഴുവൻ നടത്തിയിരിക്കുന്നത്. എത്ര ആളുകൾ ഒരുപക്ഷെ ഈ ആശങ്കയുടെ മുഴുവനയിൽ ഇനിയുള്ള ദിവസങ്ങൾ കഴിഞ്ഞുകൂടണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാസർഗോഡിന് സമാനമായ സാഹചര്യം അല്ലെ, അതിൽ കൂടുതൽ സങ്കീർണമാണ്, അതിലേക്കാളും സങ്കീർണമാണ്. കാരണം ഇതൊക്കെ ഈ പൂർണ്ണമായി ഈ ആളുകൾ അതിൽ വാഹനത്തിൽ യാത്ര ചെയ്ത ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നത് തന്നെ ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യമാണല്ലോ. എന്നിട്ട് വേണമല്ലോ ആളെ കണ്ടെത്താൻ. അടുത്ത വാർത്തയിലേക്ക് പോകാം. COVID-19 പ്രതിരോധത്തിനായി സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ലോക്ക്ഡൌണിന്റെ 3ാം ദിനത്തിലും റോഡിലിറങ്ങി ജനങ്ങൾ. പോലീസ് നടപടികൾ കടുപ്പിക്കുമ്പോഴും ഇന്ന് രാവിലെയും പലയിടത്തും ജനങ്ങൾ റോഡിലിറങ്ങി. അനാവശ്യ യാത്രകളെ കർശനമായി നേരിടുകയാണ് പോലീസ്. സത്യവാങ്മൂലമില്ലാതെയുള്ള യാത്രകൾ അനുവദിക്കുന്നില്ല. വാഹനം പിടിച്ചെടുത്താൽ ഏപ്രിൽ 14 വരെ വിട്ടു നൽകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2 തവണ വിലക്ക് ലംഘിച്ചാൽ രജിസ്ട്രേഷനും റദ്ദാക്കും. തിരുവനന്തപുരത്തൊന്നും അല്ലമീൻ വിശദാംശങ്ങൾ നൽകും. അമീൻ, ഇന്നിപ്പോൾ പതിവ് കാഴ്ചകൾ ആവർത്തിക്കുകയാണല്ലോ തിരുവനന്തപുരത്തും. എന്താണ് ആളുകൾ വീട്ടിലിരിക്കാൻ തയ്യാറാവാത്തത്? ഇത്രയും കടുത്ത നിലപാട് എടുക്കുമെന്ന് അറിയിച്ചിട്ടും ചില നടപടികൾ എടുത്തിട്ടും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ പതിവ് കാഴ്ചകൾ ആവർത്തിക്കുകയാണ് തലസ്ഥാനത്ത്. വിജയകുമാർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാന്യതയുടെയും മര്യാദയുടെയും ഭാഷയിലാണ് പോലീസ് അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തത് ആളുകളോട് നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നുള്ളത്. പക്ഷേ അത് വകവയ്ക്കാതെ ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ ആളുകൾ നിരത്തുകളിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യമുണ്ട്. അടിയന്തര ഘട്ടങ്ങളല്ലാതിരുന്നിട്ട് പോലും പലരും തെരുവിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യം വ്യാപകമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് പോലീസ് കാർക്കശ്യ സ്വഭാവം സ്വീകരിച്ചത്. വളരെ കർശനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് പോലീസ് നേരിട്ടുന്നത്. രാവിലെ ഈ തലസ്ഥാന നഗരിയിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ, ഈ പേരൂർക്കട, പാപ്പനംകോട് പോലുള്ള
മേഖലകൾ, അതായത് ബാലരാമപുരം, നെയ്യാറ്റിൻകര, കളിയിക്കാവിള തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് നഗരത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് പാപ്പനംകോട്. ഇവിടെ ഇന്ന് രാവിലത്തെ കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി വാഹനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വളരെ കർക്കശമായി ഇവരുടെ നിലപാട് സ്വീകരിച്ചു. ഈ സത്യവാങ്മൂലം നൽകിയാൽ പോലും അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമായിരുന്നു അവരെ കടത്തിവിട്ടിരുന്നത്. ID കാർഡ് ചെക്ക് ചെയ്തിട്ടും അതിൻ്റെ ഒരു സാധുതയും വിശ്വാസ്യതയും പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അവരെ കടത്തിവിട്ടത്. അത്തരത്തിലൊരു കർശന നിലപാട് പോലീസ് സ്വീകരിച്ചതോടെ ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ട് ആ ഒരു വാഹനങ്ങളുടെ ഒരു അമിത പ്രവാഹം ഒഴിവായി എന്ന് തന്നെ പറയാം. പേരൂർക്കടയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാവിലെ 8 മണിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വാഹനങ്ങളുടെ തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് ഇന്ന് രാവിലെ ഈ പോലീസ് നിയന്ത്രണങ്ങൾ കർക്കശമാക്കിയതോടെ ആളുകളുടെ ഒരു പ്രവാഹം കുറഞ്ഞു എന്ന് തന്നെ പറയാം. ഇന്ന് ഈ ഒരു സമയത്ത്, നിലവിലെ സമയത്ത് ഏതാണ്ട് ജില്ലകളിലേക്കുള്ള വാഹനങ്ങളുടെ അമിത പ്രവാഹം ഏതാണ്ട് ഒഴിവായിട്ടുണ്ട്. പരിപൂർണമായും ഒഴിഞ്ഞു എന്ന് നമുക്ക് പറയാനാകില്ല. പക്ഷേ ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ വീണ്ടും നിയന്ത്രണങ്ങൾ ലംഘിച്ച് വീണ്ടും നിരത്തിലിറങ്ങിയാൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന തിരിച്ചു വരാൻ ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാധ്യമങ്ങളെ കാണുന്നു. 25th, which is to stay Wednesday night, saying that the lockdown commences from 0000 hours of Wednesday 25th, and the lockdown has been enforced from then. The government has been working so that those affected directly, and particularly the poor, the migrant workers, the women, the disadvantaged of the society, since the lockdown commenced, will have to be reached out with tangible help and assistance. It's only 36 hours since the lockdown has been imposed. And therefore now we have come with a package which will immediately take care of the concerns, the welfare concerns of the poor and suffering workers and those who need immediate help. So the package that we come up with will benefit those migrant workers, those poor, those urban and rural poor, and the women. And this Prime Minister Garib Kalyan scheme that we want to come out with is expected to meet a total of 1,70,000 crores. So I will detail that before you as to what are the ways in which this will benefit. We are looking at both cash transfer as one set of measures, and another set of measures will be food security related. We do not want anyone to remain hungry. So we will be giving enough to take care of their food, grains requirement, protein requirement in terms of pulses. On the other hand, they should also not remain without money in hand. So several measures through DBT are being taken so that money reaches them, so that they can have money in their hands. But before all this, I wish to start with a great sense of gratitude for all those frontline warriors who are fighting against coronavirus. It is for them that we want to attend to first, not forgetting the risks that they are putting themselves to in dealing with patients affected by coronavirus. They could be ASHA workers, they could be medical sanitary workers in government hospitals, they could be paramedics, they could be nurses, they could be doctors. In fact, some of them are being referred to gods in white costume. That is the extent to which people today have really started worrying about those who are doing a completely human service and making sure that no coronavirus patient will suffer. For them, we are providing an insurance cover so that in the 3 months that they are exposing themselves to this, hopefully by then it will be contained, the virus. We shall be providing 50 lakhs
per person as medical insurance cover. For those warriors, the sanitation workers in government hospitals, the ASHA workers, and all of them, paramedics, nurses, all of them, doctors inclusive, will be given 50 lakhs per person for as medical insurance cover in case they need it. So this will be the first which I want to announce, so that all those who are putting themselves to risks and not even worrying about their personal health considerations, they are attending to coronavirus people. So first I can ask this part be explained by Shri Anurag Thakur in Hindi. धन्यवाद। 36 घंटों के बाद एक बार फिर आप सबके बीच में जो पहले राहत दी गई कंप्लायंस को लेकर देश भर के छोटे, मध्यम और अलग व्यापारियों के लिए कंप्लायंस की राहत दी गई। उसके बाद अब देश के रहने वाले मजदूर हो, गरीब हो, ऐसे लोग जिनको आज सबसे बड़ी आवश्यकता है, उसके लिए भी जिस तरह से माननीय प्रधानमंत्री जी ने प्रधानमंत्री बनने के बाद भी कहा था कि उनकी सरकार गरीब के लिए, मजदूर के लिए, वंचित के लिए, शोषित के लिए है, और आज के समय जब ये संकट की घड़ी में एक युद्ध स्तर पर लड़ाई लड़ी जा रही है, वहां पर सबसे बड़ा प्रभाव अगर गरीब वर्ग पर देखने के लिए मिलता है तो उसको राहत कैसे मिल पाए, चाहे वो अन्न की राहत हो या धन की राहत हो। और अन्न और धन, इन दोनों को ही प्रधानमंत्री गरीब कल्याण पैकेज का एक रूप बनाकर आप सबके सामने आज पेश करने आए हैं। पहले तो है कि इस जंग को लड़ने के लिए जो हमारे योद्धा हैं स्वास्थ्य के क्षेत्र के, वो अपनी जान पर खेलकर भी देश के लोगों के हित में काम कर रहे हैं। और सबसे पहले तो ऐसे स्वास्थ्य विभाग के डॉक्टर्स हों, पैरामेडिकल स्टाफ हो, यहां तक कि सफाई कर्मचारी से लेकर बाकी सब, इन सब के लिए आशा वर्कर्स हो, पैरामेडिकल स्टाफ हो, टेक्नीशियंस हो, डॉक्टर्स हो, फ्रंटलाइन हमारे जो ये योद्धा हैं, इनके लिए सरकार ने तय किया है कि ये जो अपने समर्पित भाव से और स्वार्थ रहित रहकर देश की सेवा कर रहे हैं, इनके लिए इनके साथ कोई दुर्घटना ना घटे, और ऐसी परिस्थिति में इनके लिए 50 लाख रुपए की एक अमाउंट जो है उस स्कीम के अंतर्गत प्रति व्यक्ति उसके लिए की है। और इससे लगभग 20 लाख ऐसे कर्मचारियों को लाभ मिलेगा जो इस योजना के अंतर्गत आएंगे। और हमारा मानना है कि देश भर के ऐसे सभी स्वास्थ्य कर्मचारियों के लिए, जहां पूरे देश ने कुछ दिन पहले शाम को उनका आभार प्रकट किया था, आज सरकार ने अपनी ओर से कदम दूसरा रखा है ताकि उनके बारे में भी विचार किया जा सके। I now go to speaking about the two different silos in which I would like to present the Pradhan Mantri Garib Kalyan Yojana. One is on the food related, and the other, as I said, is on direct benefit transfer. The first one is the Pradhan Mantri Garib Kalyan Anna Yojana. Pradhan Mantri Garib Kalyan Anna Yojana, in which 80 crore poor people, which is 2/3 of our population, and there making sure that not one Garib remains without food. We have now come to say that everyone, each one will get, as per the existing thing, 5 kg of rice or 5 kg of wheat is given to them per month. We are saying over and above that, 5 kgs each month for the next 3 months, whichever they take, of wheat or rice,
in addition to the 5 kgs they already get, will be given for free. So, per person 5 kg rice or per person 5 kg wheat where they get already, we shall give another 5 kg for free, and that we shall give for the next 3 months. Besides, we also shall give 1 kg of pulse, whichever pulse is regionally, as it is, people prefer some pulse in some region according to regional preferences. Some areas prefer tuar, some other prefer urad, some other prefer moong. For each one household, 1 kg of the preferred pulse will also be given, dal will also be given. So, 5 kg per person for the next 3 months, additional, free, over and above what they get already. And for every household, 1 kg of the choice of pulse in that, usually given in that area, will be given, so that no garib remains without food in his hand. And this is very clearly for the next 3 months. It can be taken as in 2 installments. They can come and take it in 1 installment first, and then they can take the next whenever next time they want it. But over and above what they get, we now give 5 kg in addition to what they get of the cereal, and 1 kg per household, the pulses per household of the region specific choice of dal. That will be given for the next 3 months. जैसा कि प्रधानमंत्री गरीब कल्याण पैकेज की बात कही गई, ये लगभग 1,70,000 करोड़ रुपए का पैकेज होगा। प्रधानमंत्री गरीब कल्याण पैकेज 1,70,000 करोड़ का होगा, और इसमें अगर देखा जाए तो खाद्य सुरक्षा बहुत महत्वपूर्ण है कि कोई भी गरीब इस कारण से परेशान ना हो कि उसके पास खाने के लिए पर्याप्त गेहूं, चावल या दाल ना हो। तो उसके लिए पहला कदम जो उठाया गया है वो प्रधानमंत्री अन्न योजना, इसके माध्यम से 5 किलो गेहूं या चावल ये लगभग 80 करोड़ लाभार्थियों को अगले 3 महीनों तक मिलेगा, और इसमें इनको 1 रुपया भी अपनी तरफ से नहीं देना है। ये अतिरिक्त लाभ इनको दिया गया है। ऐसे 80 करोड़ लाभार्थी जिनको 5 किलो गेहूं या चावल अगले 3 महीने तक ये लगातार मिलेगा, अतिरिक्त मिलेगा जो उनको मिलता है उससे ज़्यादा, और ये जो पीडीएस के सिस्टम के माध्यम से मिलता है उसके अलग से ये देने हैं। और इसके अलावा जो दाल इनको मिले तो 1 किलो दाल का प्रावधान भी परिवार के लिए किया गया है, और ये भी अगले 3 महीनों तक लगातार मिलती रहेगी। ये भी अपने क्षेत्र के अनुसार जिस तरह की दाल वो चाहते हैं वो उपलब्ध करवाने का सरकार का प्रयास रहेगा, ताकि उनकी मांग के अनुसार ही वो उनको मिल सके। तो गेहूं चावल के साथ साथ दाल भी मिलेगी, और ये 1,70,000 करोड़ के जो पीएम गरीब कल्याण पैकेज है उसका हिस्से का एक पार्ट ये भी है। Now I move over to the cash transfers. Just for your convenience, under the cash transfer, which is largely based on DBT, there are 8 specific announcements being made. And for your benefit, in the sense so that it is easy for you to notice, which are the sections we are touching. We are touching the farmer. 1, I'll tell you the details. We are touching the Manrega, which is the second. Third will be widows, poor pensioners, and poor Divyang. That will be my third. Then we will be talking about the Jan Dhan Yojana related women who have Jan Dhan Yojana accounts. Then we are talking of, together with that, I like to also talk about women and householders who receive benefits under the Ujjwala scheme. So that will be getting covered.
You're also going to be having something said for the self-help group women who particularly are dealing with National Rural Livelihood Missions, Deen Dayal Upadhyaya Livelihood Mission. So women in the SHG groups. Then you're talking about organized sector workers who are essentially through the EPFO. So I'll be telling something for them. Then we'll also be talking about construction workers. And lastly, we will be talking something about the district mineral fund also. So I go to the first one, farmers. Farmers, you know, they receive 6,000 rupees annually from the PM Kisan Yojana, Kisan Samman Nidhi, through which they get their annual 6,000 rupees. We will now be giving the first installment of that as a front-loaded matter, so that even at the beginning of the year, they will get 2,000 rupees. This will benefit immediately 8.69 farmers, 8.69 crore farmers will get immediate benefit out of this. जहां मैंने पहले प्रधानमंत्री अन्न योजना की बात कही, अब मैं अन्नदाता के बारे में कुछ कहना चाहता हूं, क्योंकि देश के 130 करोड़ लोगों के पेट भरने के लिए अन्नदाता दिन रात पसीना बहाते हैं और उनको इस कठिन समय में परेशानी ना हो, इसलिए माननीय प्रधानमंत्री जी के आशीर्वाद से अप्रैल में पहले ही हफ्ते में, यानी कि आज से कुछ दिनों में, उनके खाते में 2,000 रुपये की किस्त डाल दी जाएगी और ये लगभग 8 करोड़ 70 लाख किसानों को इसका लाभ मिलेगा। देश के 8 करोड़ 70 लाख किसानों को 2,000 रुपये की किस्त अप्रैल के पहले हफ्ते में उनके खाते में डाल दी जाएगी, ताकि अन्नदाता को सम्मान मिल सके और ये पैसा उनके खाते में ट्रांसफर कर दिया जाएगा। The next one is about Manrega. We announced a wage increase in Manrega. This will benefit 5 crore families, and the wage rate being increased will result in 2,000 rupees per worker. So 182 rupees is being increased to 202, and as a result we expect 2,000 rupees per worker will be the additional income he would get, and this will benefit 5 crore families. Of course, in this lockdown period and post that, even for field activities, the local district commissioners are empowered to exempt for agricultural work or something, depending on how they play it, with social distancing norms being respected. Where there is work, they can always do it. But matter of fact, this increase is now being given, and this shall continue. अन्नदाता के बाद मजदूरी पर आना चाहूँगा। ग्रामीण क्षेत्रों में मनरेगा के माध्यम से जो लोग अपने परिवार का पालन पोषण करते हैं, उनको लाभ कैसे मिले, इनके लिए दिहाड़ी भी बढ़ाकर 182 रुपये से बढ़ाकर 202 रुपये कर दी गई है, और लगभग 5 करोड़ लोग ऐसे जो अपने परिवारों को, लगभग 20 करोड़ लोगों के लिए वो मजदूरी करके कुछ ना कुछ करते हैं, उन 5 करोड़ लोगों के लिए जब ये दिहाड़ी बढ़ेगी तो उसका लाभ भी उनको मिलेगा और लगभग 2,000 रुपये का उनकी आय में वृद्धि होगी। The next category is old-aged people who are over 60 years of age, widows, and also the disabled, that is Divyang. We are giving them an ex gratia amount, which is a one-time amount of 1,000 rupees, and this shall be given in 2 installments over the next 3 months. And this is an ex gratia one time, and this is expected to benefit 3 crore senior citizens, poor senior citizens, 3 crores in total, poor senior citizens, poor widows, and
poor among the Divyang and disabled. जिस तरह से मैंने मनरेगा के बारे में अभी आपसे कहा, अब एक और गरीब श्रेणी में वृद्ध भी आते हैं, विधवा भी आती हैं और दिव्यांग भी आते हैं। इनको इस कठिन समय में दिक्कत ना हो तो 1,000 रुपया एडिशनल, यानी कि अतिरिक्त 1,000 रुपया इनको मिलेगा अगले 3 महीने में। 2 किश्तों में उपलब्ध होगा और लगभग 3 करोड़ वृद्ध, विधवा और दिव्यांग इनको इसका लाभ मिलेगा। और ये सारा का सारा पैसा डायरेक्ट बेनिफिशियरीज ट्रांसफर के माध्यम से, डीबीटी के माध्यम से उनके खाते में जाएगा, ताकि बीच में से कोई भी इन वृद्ध, विधवा, दिव्यांग इनके हक को ना मार सके। और पहले की भी जो कहा गया मनरेगा की बात हो या पीएम किसान की बात हो या वृद्ध, विधवा, दिव्यांग की बात हो, ये सारा का सारा पैसा डीबीटी के माध्यम से उनके खातों में जाएगा ताकि सीधा उनको लाभ मिल सके। We now talk about the 20 crore women Jan Dhan account holders. Women Jan Dhan account holders will be getting an ex gratia amount of 500 rupees per month for the next 3 months, so that they will be able to run the affairs of their household during this period of disruption. So this would benefit 20 crore women who are Jan Dhan account holders. They will get a 500 rupee per month for the next 3 months. मातृशक्ति के लिए, देश की हमारी महिलाओं और बहनों के लिए, जिनका प्रधानमंत्री जनधन योजना में खाता है, ऐसे लगभग 20.5 करोड़ महिलाओं के खाते में अगले 3 महीने तक 500 रुपया प्रतिमाह उनके खाते में ट्रांसफर किया जाएगा, ताकि इस कठिन समय में, कोरोना वायरस से लड़ने वाली जंग के समय में देश की माताओं और बहनों के साथ हम लोग खड़े हों और उनके खाते में सीधा डीबीटी के माध्यम से पैसा ट्रांसफर किया जाएगा। लगभग 500 रुपया प्रतिमाह अगले 3 महीने तक उनके खातों में डाला जाएगा। I'd like to remind the next item is related to Ujjwala, the scheme through which we gave under Prime Minister Modi's leadership gas cylinders to poorest of the poor who couldn't even have the right to have clean cooking medium. So for them, nearly 8 crore of BPL families who were having kitchens full of smoke, Ujjwala scheme benefited them by getting gas cylinders to their houses. Now for those Ujjwala scheme women, so that they don't run short of cooking medium during this period where there is disruption, for the 3 months they will be given free cylinders. For the 3 months where we think because of the disruption there would be problem, they will be provided free cylinders, and this is expected to benefit 8.3 crore BPL families. जहां देश में गरीब परिवार की महिला कभी सपना भी नहीं लेती थी कि उसके पास रसोई गैस का सिलेंडर होगा, धुएं से उसको परेशान होना पड़ता था, लकड़ी इकट्ठी करनी पड़ती थी। पहले 8 करोड़ महिलाओं को रसोई गैस सिलेंडर उपलब्ध आदरणीय मोदी जी ने करवाया। और जब ये हमारी मातृशक्ति माताएं बहनें कोरोना वायरस के खिलाफ जंग लड़ रही हैं, तो उनको चिंता मुक्त करना हमारी पहली प्राथमिकता बन जाती है। एक और उनके खाते में 3 महीनों तक लगातार 500 रुपये हम डालेंगे। मनरेगा में उनको लाभ मिलेगा, दिहाड़ी बढ़ा दी है।
अब रसोई गैस का सिलेंडर के लिए उनको दिक्कत ना हो, तो अगले 3 महीने तक ऐसी 8 करोड़ से ज्यादा महिलाओं को जिनको उज्ज्वला योजना में रसोई गैस का सिलेंडर मिला था, उनको मुफ्त में अगले 3 महीने तक रसोई गैस के सिलेंडर मिलते रहेंगे। ना उनको अन्न की चिंता होगी, ना गैस की चिंता होगी, और ना ही खाते में पैसा खत्म हो जाए इसकी चिंता होगी, क्योंकि उसमें भी पैसा डालने का काम मोदी सरकार ने किया है। तो अन्न, धन और गैस, यहां तक की चिंता सारी की सारी मोदी जी ने देखी है, और स्वास्थ्य को लेकर उन्होंने पिछले कल ही घोषणा की है। The next in the PM Garib Kalyan Yojana, with which we are coming with these announcements, is the women SHG groups, the self-help groups. This shall have an impact on 7 crore households through 63 lakh SHGs which are there in this country. There are 63 lakh SHGs which benefit 7 crore households. My next announcement is for them, and what exists now is that under the Deen Dayal Yojana National Rural Livelihood Mission, they get up to 10 lakhs collateral free loans. We now want to double that to 20 lakhs. So collateral free loan now will be given to them up to 20 lakhs and not 10 lakhs. It's now doubled. This shall immediately benefit all these SHG women and therefore have an impact on the 7 crore households. So money in hand without worries about collateral. अब मैं स्वयं सहायता समूह, जिसको हम सेल्फ हेल्प ग्रुप भी कहते हैं, ऐसे 63 स्वयं सहायता समूह जो इस देश में काम कर रहे हैं, और लगभग देश के 7 करोड़ परिवार इससे जुड़े हुए हैं। इन परिवारों के लिए, या मैं कहूं इस 63 लाख स्वयं सहायता समूह के लिए, जो NRLM के माध्यम से 10 लाख रुपया मिलता था कि आपको कोलेट्रल नहीं देनी पड़ती, यानी कि अपनी कोई संपत्ति नहीं देनी पड़ती थी, गारंटी नहीं देनी पड़ती थी, कोई कीमती चीज बैंक को नहीं देनी पड़ती थी, वो जो 10 लाख आपको मिलता था वो उसकी बजाय 20 लाख मिलेगा, ताकि इस कठिन समय में भी आप और काम कर सके, क्योंकि बहुत सारे अवसर नीचे जब पैदा होंगे तो उसके लिए धन का अभाव ना हो। तो ये भी आपके लिए यहाँ पर प्रावधान किया गया है। और जब हम ये कहते हैं कि 7 करोड़ लोग या 7 करोड़ परिवार इससे जुड़े हुए हैं, तो आप कल्पना कीजिए कि उन 7 करोड़ परिवारों के 35 करोड़ लोगों को इसका लाभ मिलता है। अगर 20 करोड़ बैंक खातों में पैसा डाला जाता है तो 100 करोड़ लोगों तक उसका लाभ मिलता है। अगर 8 करोड़ बहनों को रसोई गैस का सिलेंडर दिया जाता है तो 35 से 40 करोड़ लोगों को इसका लाभ मिलता है। इसलिए ये बहनों तक इसका लाभ मिले और इसको और फल मिले, इसका प्रावधान किया गया है। The next step is about attending to the organized sector under the PM Garib Kalyan Yojana, with which we are coming. And under the organized sector, I am announcing 2 different things. One is about their provident fund, and the other is some money in their hand, their own money, but their some withdrawal related limits. So the first announcement for the organized sector under the PM Garib Kalyan Yojana is that Government of India will pay the EPF contribution both of the employer and employee, which is 12% each. 12% for the employer, 12% for the employee. Put together 24%. That will be paid for the next 3 months by Government of India, so that nobody suffers because the EPF contribution has lost the continuity, and as a result there could be a lot more difficulties. So 12 plus 12, the 24% contribution which has to go into the EPF account of the employee will be borne by Government of India for the next 3 months. And this is, please, this is important, this is for all those establishments which have up to 100 employees and
90% of whom are such employees earning less than 15,000 rupees a month. I'll repeat that. Government of India will contribute the 12 plus 12, which is the employee and employer contribution, 12 plus 12, leading to 24% total. Government of India will contribute that EPFO of 20% money, the pension provident fund contribution. So the 24% will be paid by Government of India for the next 3 months for those establishments which have up to 100 employees, and from those 100 employees, 90% of who draw less than 15,000 rupees per month as salary, as wage. That's the first of the announcement for the organized sector. The second of the announcement for the organized sector relates to their own money. That's not government giving money, their own money. But what may benefit 80 lakh employees and incentivize 4 lakh establishments, and this will be enabling people so that without disruption they can continue. The announcement about, the second announcement about their own money is the Provident Fund Scheme regulations will be amended. The EPFO scheme's regulation will be amended because of the pandemic situation which is prevailing, and that being the reason the amendment will happen to allow non-refundable advance of 75% of the amount standing to the credit of a member, or 3 months of wages, whichever is lower. I repeat my second announcement for the organized sector. This relates to their own fund which lies in the EPFO. Government of India is ready now to amend the regulation which governs this EPF scheme, so that because of the pandemic situation which is prevailing, the regulation will be amended so that workers can draw up to 75% from that fund for their contingency expenditure. This is non-refundable advance which they will be allowed to take 75%, or 3 months wages, whichever is the lower. This I expect, this particular announcement I expect will benefit 4.8 crore workers who are registered with the EPF and therefore will be in a position to withdraw the money. संगठित क्षेत्र के मजदूरों के लिए जो नौकरी करने वाले हैं या नौकरी देने वाले हैं, इन दोनों के लिए ही, और वो संस्थान जहां पर 100 से कम एम्प्लॉयज़ हैं उनके लिए जो 15,000 रुपये से कम महीने का वेतन पाते हैं, ऐसे जहां 90% से कम एम्प्लॉयज़ होंगे जहां पर जो 15,000 से कम वेतन पाते हैं, और जिस संस्थान के 100 से कम एम्प्लॉयज़ हैं उनके लिए सरकार मदद करने के लिए आगे आई है कि नौकरी करने वाले का 12% जो हिस्सा है वो भी सरकार डालेगी और नौकरी देने वाले का 12% हिस्सा भी सरकार डालेगी। तो कुल मिलाकर दोनों का शेयर 24% बनता है। ये सरकार अगले 3 महीने तक ये जारी रखेगी और इसमें लगभग संगठित क्षेत्र के 80 लाख से ज़्यादा ऐसे मजदूरों को और 4 लाख से ज़्यादा ऐसी संस्थाओं को लाभ मिल पाएगा। 4 लाख से ज़्यादा संस्थाओं को, 80 लाख से ज़्यादा मजदूरों को उनके अपना 12% जो उन्होंने मजदूर के नाते ईपीएफ कटवाना था वो भी, और जो कंपनी ने जमा कराना था वो भी संस्थान का सरकार देगी। इसके अलावा ईपीएफ स्कीम्स की जो रेगुलेशंस हैं उसमें भी इस महामारी को देखते हुए
बदलाव करने का विचार, ताकि जो नॉन रिफंडेबल एडवांस होता था 75% तक, जो उनका क्रेडिट, जो उनका पैसा उसमें था उसके सामने 75% तक, या फिर 3 महीने तक का जो वेतन है उस तक का जो भी कम होगा उसके अनुसार वो निकाल सकें, ऐसा भी हमने निर्णय लिया है। और इससे लगभग 4 करोड़ 80 लाख मजदूरों को फायदा मिलेगा जो ईपीएफ के अंतर्गत रजिस्टर्ड भी हैं और बेनिफिट भी लेते हैं, और वो अपना पैसा भी विड्रॉ कर सकते हैं। ऐसा प्रावधान उसमें करने को दिया जाएगा, यानी कि 3 महीने का वेतन उससे कम या फिर 75% जो क्रेडिट अवेलेबल उनके है उतना वो निकाल सकते हैं। The next one, the last two that I have to announce is one on the construction workers, and the next one is the mineral welfare, fund, district mineral fund. On the construction workers, you are aware that by a central government act, there is a welfare fund for the building and other construction workers' welfare. That's a central government act. It has about 31,000 crores of rupees in it and has about 3.5 crore registered workers. We intend to give directions to the state governments to utilize this fund to provide assistance and support to those workers in the construction and building sectors to protect them against any economic disruption. Obviously, because of the way in which we have taken a call to contain the coronavirus with a lockdown so that people stay at home, stay safe, and they don't expose them to the risk, there is a lockdown. As a result, many building and construction workers may be feeling the impact because their work has come to a halt. So, using this welfare fund for building and construction workers, which is as per a central government's act, and utilizing that money which is available in it, which is about 31,000 crores, we want the registered 3.5 crore building and construction workers to benefit from it, and therefore we will be giving directions to the state governments to ensure that that fund can be utilized for helping those who are facing economic disruption as a result of this particular lockdown. राष्ट्र निर्माण में भवन निर्माण हो या बाकी निर्माण कार्य में लगे मजदूरों का एक बहुत बड़ा रोल रहता है, और ये भूमिका उनकी बहुत महत्वपूर्ण है राष्ट्र निर्माण में। जो अलग अलग बिल्डिंग्स बनती हैं, सड़कें बनती, बाकी सब तैयारियां होती हैं, इसके लिए बिल्डिंग एंड अदर कंस्ट्रक्शन वर्कर्स वेलफेयर फंड ये होता है, और इसमें भी लगभग 3.5 करोड़ जो रजिस्टर्ड मजदूर हैं उनके लिए लगभग 31,000 करोड़ का फंड उपलब्ध है। और राज्य की सरकारों को निर्देश दिए गए हैं कि कोरोना वायरस के खिलाफ लड़ने वाली जंग में जो आर्थिक व्यवधान पैदा हुए हैं, इकोनॉमिक डिसरप्शन जो आई है, उसके चलते हुए ये 31,000 करोड़ के फंड का सदुपयोग किया जाए इन गरीब मजदूरों के लिए जो निर्माण कार्य के क्षेत्र में लगे हैं, ताकि इस पैसे का लाभ उनकी ओर हो सके। The last announcement relates to utilizing the district mineral fund. We will request the state governments to utilize the funds which are available under the district mineral fund for supplementing and augmenting all kinds of medical testing activities, screening activities, and also other requirements which are so necessary now to fight the coronavirus and from preventing its spread. We are requesting the state governments to use the district mineral fund which is available at the district level, so that medical screening, medical testing, and also providing of health attention will not suffer.
So that is my last announcement. I like to repeat that we are now talking about Pradhan Mantri Garib Kalyan welfare related announcements today, wherein I have very clearly upfront stated that we are making an announcement which involves 1,70,000 crores, so that in the coming 3 months people don't remain hungry, food and food related, and money in their hand is required. Therefore, cash transfers through DBT have been announced today. Thank you. आखिरी बिंदु जो डिस्ट्रिक्ट मिनरल फंड को लेकर है, राज्य की सरकारों के पास ये धन उपलब्ध रहता है और ये डिस्ट्रिक्ट मिनरल फंड का उपयोग जांच के लिए, स्वास्थ्य जांच के लिए, उपचार के लिए, दवाइयों के लिए इस्तेमाल हो सके, इसके लिए भी इसका उपयोग करना चाहिए, ताकि इस महामारी के खिलाफ ये जो जंग हम लड़ रहे हैं इसमें सफलता मिल पाए। और कुल मिलाकर ये प्रधानमंत्री गरीब कल्याण पैकेज जो 1,70,000 करोड़ से ज़्यादा का आज घोषणा की गई है, इसके माध्यम से अन्नदाता हो, मजदूर हो, गरीब हो, वृद्ध हो, विधवा हो, दिव्यांग हो, समाज का वो पिछड़ा, वंचित, शोषित, उस सब के लिए आज ये कदम उठाए गए जिसकी चिंता मीडिया ने और सोशल मीडिया पर देश के लोगों ने की थी। और मैं एक बार फिर कहना चाहता हूं, गरीब को मद्देनजर रखते हुए जो सरकार ने पहले दिन से NDA 1 ने काम करना शुरू किया था, बहुत सारी योजनाएं गरीबों के हित में लाई गई। आज इस महामारी के चलते भी माननीय प्रधानमंत्री जी की इस इकोनॉमिक रिस्पांस टास्क फोर्स ने जो निर्णय लिए हैं वो गरीबों के हित में पहले लिए, ताकि कोई गरीब देश में भूखा ना हो, किसी के खाता खाली ना हो, किसी की अन्न की थाली खाली ना हो, स्वास्थ्य की सुविधाएं भी मिले, अनाज भी पर्याप्त मिले, ना पैसे की कमी आए, ना खाने की कमी आए। और इन्हीं कदमों को लेकर हर माँ बहन के घर परिवार से लेकर उसके बैंक खाते से लेकर उसके कामकाज तक की चिंता की गई। यही प्रयास है कि इस जंग के खिलाफ दृढ़ इच्छा शक्ति के साथ हम सबको मिलकर लड़ना होगा। मीडिया ने भी हमारा इसमें सहयोग किया है। एक सकारात्मक वातावरण देश भर में बनाने के लिए, इसके लिए मैं आपका बहुत बहुत आभार प्रकट करना चाहूँगा। मैं धन्यवाद करना चाहूँगा इतना डिटेल्ड और स्पष्ट पैकेज के अनाउंसमेंट के लिए। मैडम, सोशल डिस्टेंसिंग की वजह से कुछ क्वेश्चन हमने ऑनलाइन भी लिए हैं और अपने साथ में से भी क्वेश्चन लेंगे। 70,000 കോടിയുടെ പാക്കേജാണ് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് നേരിട്ട് പണം ലഭ്യമാക്കുന്ന പദ്ധതി അടക്കം, സൗജന്യ ഭക്ഷ്യധാന്യം നൽകുന്നതടക്കമുള്ള പ്രധാനപ്പെട്ട പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 1,70,000 കോടിയുടെ പദ്ധതി, തൊഴിലാളികൾക്ക് മെഡിക്കൽ പാക്കേജ്, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇൻഷുറൻസ് പാക്കേജുകൾ അടക്കം ഇപ്പോൾ പ്രഖ്യാപിച്ച ധനകാര്യ മന്ത്രിയുടെ പാക്കേജിൽ, സ്പെഷ്യൽ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ചെയ്യാനുള്ള ജോലികളുണ്ട് കൂട്ടത്തിൽ. ഒപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം വർദ്ധിപ്പിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ അത് കേന്ദ്ര ഫണ്ടിന്റെ കുറെ കൂടി കേന്ദ്ര ഫണ്ട് അക്കാര്യത്തിൽ ലഭിക്കും. അത് കേരളത്തിൽ മറ്റൊരു തരത്തിൽ പ്രധാനമായി എനിക്ക് തോന്നുന്നത് ഇതിൽ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളികളടക്കം ഡോക്ടർമാരെ വരെയുള്ള ആരോഗ്യ മേഖലയിലെ മുഴുവൻ ആളുകൾക്കും 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് വരുന്ന 3 മാസത്തേക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവരാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതല്ലേ, ധനമന്ത്രി സൂചിപ്പിച്ചതുപോലെ മുൻനിരയിൽ നിൽക്കുന്നത് അവരാണ്. അവരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർക്ക് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ പിന്നീട് ഇങ്ങോട്ട് ബാക്കി പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികളെല്ലാം തന്നെ ഉജ്ജ്വല സ്കീമിൽ സൗജന്യമായി LPG 3 മാസത്തേക്ക് എല്ലാം വിശദാംശങ്ങൾ തുടർന്ന് അങ്ങോട്ട് പരിശോധിക്കാം. തൽക്കാലം നമുക്കിവിടെ ന്യൂസ് ട്രാക്ക് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ന്യൂസ് ട്രാക്ക് ഇവിടെ പൂർത്തിയാകുന്നു. ഇടവേളയ്ക്ക് ശേഷം റൗണ്ട്. നമസ്കാരം. This is 24.